വലിക്കണ വലി കാണുമ്പോൾ മനസ്സിലാവും. ഓ അത്ര ഇതുണ്ടല്ലേ, അത്ര എന്തിലേക്ക് വേണം ഇത് ടൈറ്റ് ചെയ്ത് ഇടാൻ. അല്ല, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം. വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് അടിക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കണത്. വെള്ളത്തിൽ നമ്മൾ ചെന്നാലും ഏകദേശം ഒരു 2-3 മീറ്ററൊക്കെ നമുക്ക് ഇത് വെച്ച് അടിക്കാൻ പറ്റുള്ളൂ. ഇന്നൊരാളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. KNK ടെക്സ്. എന്താ വിശേഷങ്ങൾ? നല്ല വിശേഷം. കുറച്ച് മീനെ കിട്ടുമെന്ന് നോക്കി ഇറങ്ങിയതാണ് ഞാൻ. എപ്പോ ഇറങ്ങി? രാവിലെ അല്ല, ഇന്നലെ ഇറങ്ങിയതാണ്. ഇന്നലെ തിരുവനന്തപുരം പോയി, ഇന്ന് ഇവിടെ വന്നു. ഇന്ന് തീർക്കുന്നപ്പോഴേ എത്തിയല്ലേ? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? നാട് സൂപ്പർ, അടിപൊളി. വെള്ളമൊക്കെ ആണെങ്കിൽ സൂപ്പർ, ഇഷ്ടംപോലെ മീനാണെങ്കിൽ അതിൽ കൂടുതൽ. നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ മീൻ ഇവിടെ ഉണ്ട്. എന്തായാലും കായംകുളം കായലിനോട് ചേർന്ന സ്ഥലമാണല്ലോ. അതാണല്ലേ സംഭവം, ഇത്രയും മീനുകളും. പിന്നെ കായലും വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. ഫ്രഷ് വാട്ടറിൽ കിടക്കുന്ന മീനുണ്ട്, സോൾട്ട് വാട്ടറിൽ കിടക്കുന്ന മീനുകളുണ്ട്. പിന്നെ അത് മാത്രമല്ല, കായലിൽ മാത്രം കണ്ടുവരുന്ന നമ്മുടെ കിഡ്ലൻ കരിമീനുകളും എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളിപ്പം പിടിക്കുന്ന ആ രീതി എന്താണ് ശരിക്കും? നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ സ്പിയർ ഗൺ ഫിഷിംഗ് എന്നാണ് പറയുന്നത്. സ്പിയർ ഗൺ ഫിഷിംഗ് എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ പോയിട്ട് മീനുകളെ കണ്ട് വെടിവെച്ച് പിടിക്കുന്ന ഒരു രീതിയാണ് സ്പിയർ ഗൺ ഫിഷിംഗ്. അത് നമുക്ക് ഓക്സിജൻ അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഓക്സിജൻ വെച്ചിട്ട് ഓക്സിജന്റെ ആവശ്യമില്ല. നമ്മൾ നോർമൽ ബ്രീത്ത് എടുത്തിട്ടാണ് പോയി ഇങ്ങനത്തെ രീതിയിൽ മീൻ പിടിക്കുന്നത്. പക്ഷെ നമുക്ക് ഓക്സിജനൊക്കെ വെച്ചിട്ട് മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമല്ലോ. വെച്ചാൽ അതിന് നിയമ തടസ്സങ്ങൾ എന്തൊക്കെ ഉണ്ട് കേട്ടോ. അതിനെ കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും നമ്മൾ ഈ സ്പിയർ ഗൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ എയർ എടുത്ത് വെള്ളത്തിനടിയിൽ പോയിട്ട് പറ്റാവുന്ന അത്രയും നേരം ഹോൾഡ് ചെയ്ത് കിടന്നു കഴിയുമ്പോഴേക്കും നമ്മൾ വന്നിട്ട് മീനുകളൊക്കെ നമ്മൾ നോക്കി നിൽക്കും. നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്ലാസ് വെക്കണുണ്ടല്ലോ, ഏകദേശം ഒരു അക്യൂറേറ്റിൽ വെള്ളത്തിൻ്റെ വിസിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. കലങ്ങി കിടക്കുമ്പോൾ നടക്കാല്ലേ പരിപാടി. അങ്ങനെ നമ്മളെ നോക്കി നിൽക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും മുഴുത്ത മീൻ ഏതാണെന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് അടിക്കാം. മീൻ പിടിക്കണമെങ്കിൽ അതിനൊരു ഉപകരണം വേണം അല്ലേ? അതെ, ആ ഒരു ഉപകരണമാണ് ഇതാണ് ആ ഉപകരണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിന് മേളിൽ നിന്നൊക്കെ അടിക്കാൻ പറ്റും. എന്നാലും വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അടിക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാര്യം വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ മീൻ അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്ന് മിസ്സാകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് അങ്ങനത്തെ ഏതെങ്കിലും ഒരു പോർഷൻ ഇതിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന രീതിയിലായിരിക്കും. പിന്നെ ഇത് പല അളവിലുണ്ട്. ഇതിപ്പോൾ 70 എന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്ററിൻ്റെ ഗണ്ണാണ്. അപ്പോൾ വലിയ മീനുകൾ അടിക്കുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ലെങ്ത് കൂടുതൽ, അങ്ങനെ ഇതിൽ കുറേ ടൈപ്പ് ഓഫ് ഗൺസ് ഉണ്ട്. പിന്നെ ഇത് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഇത് അത്യാവശ്യം ഇല്ല, ഞാൻ ലോഡ് ചെയ്യണില്ല. അത്യാവശ്യം നല്ല ബലമുള്ള 2 റബ്ബറാണ്. അതിപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഏകദേശം എൻ്റെ വലി കാണുമ്പോൾ മനസ്സിലാവും. ഓ അത്ര ഇതുണ്ടല്ലേ, അത്ര എന്തിലേക്ക് വേണം ഇത് ടൈറ്റ് ചെയ്ത് ഇടാനുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വിലയുള്ള റബ്ബറാണ്. ഇതൊക്കെ ശരിക്കും ഇമ്പോർട്ട് ചെയ്തെടുക്കണ ഗൺസും ആണ്. റബ്ബറും എല്ലാം അങ്ങനത്തെ തന്നെയാണ്. അപ്പം അതിൻ്റെ പിന്നെ വേറെ സംഭവമൊന്നുമില്ല. കാര്യം വെള്ളത്തിൽ നമ്മൾ ചെന്നാലും ഏകദേശം ഒരു 2-3 മീറ്ററൊക്കെ നമുക്ക് ഇത് വെച്ച് അടിക്കാൻ പറ്റും. ആ റബ്ബറിന്റെ കളികളാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കണം അതിനെക്കുറിച്ച് അല്ലേ? അല്ലെങ്കിൽ തറച്ച് കയറാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ മാത്രം എടുത്ത് ഉപയോഗിക്കുക. അതെ, നമ്മുടെ വീഡിയോ കാണുന്നവരോട് പറയുകയാണ്. ചിലർക്കൊരു കൗതുകം തോന്നും, കാണുമ്പോൾ പെട്ടെന്ന് പിടിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഇതുമായിട്ട് ഇറങ്ങും. അല്ല, പെട്ടെന്ന് പിടിക്കാന്നല്ല, ഇപ്പം ഞാൻ തന്നെ ഇതുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് മീൻ കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പം നമ്മൾ കുറേ നമ്മുടെ ആശാന്മാരുടെ കൂടെയൊക്കെ നടന്നാണ് ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആശാൻ അപ്പുറത്ത് തന്നെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ആശാൻ വെള്ളത്തിൽ പോയില്ലേ? അപ്പം ഇത് ഒന്നാമത് നമ്മൾ വെള്ളത്തിന് അടിയിൽ ചെന്ന് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് ചെന്ന് നിന്നാൽ മാത്രമേ ഈ മീനെ കണ്ടു കിട്ടുള്ളൂ. അപ്പൊ കണ്ടു കിട്ടാനുള്ള സമയം വരെ നമ്മളിത് നല്ലപോലെ കഷ്ടപ്പെടായിരിക്കും സംഭവം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന് അത്രയും കഷ്ടപ്പാടുണ്ടാവും. നമ്മൾ ആസ്വദിച്ച് ചെയ്യണത് കൊണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഫുഡ് ഇത് ഉണ്ടാക്കി ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. അത് നമുക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ഞാൻ ചോദിക്കട്ടെ ബ്രോ, ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്ത വീഡിയോ ഏതായിരിക്കും? അതെപ്പോഴും ഞാൻ കുറച്ച് ടെക് വീഡിയോ ചെയ്യാറുണ്ട്. ടെക് വീഡിയോസിൽ മിക്കവാറും ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് കണ്ടന്റ് കിട്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ മീൻ ഈ കുളം പറ്റിക്കൽ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോൾ നല്ല ടൈം എടുക്കും അല്ലേ? കുളം പറ്റിക്കാം, പാറമട പറ്റിക്കൽ, അത് ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ കേട്ടോ. പാറമട പറ്റിക്കാൻ പോയത് നമ്മൾ OMK ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ പാറമട പറ്റിക്കാൻ പോയത്. അത് ഏകദേശം 50 ദിവസത്തോളം എടുത്തൊരു പാറമട പറ്റിക്കലായിരുന്നു. അതിനെ പിന്നെ പാറമടയെന്ന് കേൾക്കണത് നമുക്ക് ഭയങ്കര പേടിയായി പോയല്ലേ? അപ്പൊ ആ 50 ദിവസം എടുത്ത വീഡിയോ ആയിരിക്കും ഒരു ദിവസം കൊണ്ട് അപ്ലോഡ് ആയി ജനം കണ്ടത് അല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾ മീനെ മുങ്ങിപ്പിടിക്കുന്ന ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ രാവിലെ ഇവിടെ എത്തിയപ്പോഴാണ് ഇന്ന ആളാണ് വരുന്നതെന്ന് അറിഞ്ഞു കേട്ടോ. എന്തായാലും സന്തോഷം. KNK ബ്രോയെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതും നമ്മുടെ തൃക്കുന്നപ്പുഴയുടെ ഹൃദയഭാഗത്ത്, തൃക്കുന്നപ്പുഴയിൽ അത്യാവശ്യം കായംകുളം കായലിനോട് ചേർന്ന പ്രദേശമാണ്. അത്യാവശ്യം മീനുകൾ എല്ലാം സുലഭമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ മിക്കവാറും വീഡിയോകൾ ആദ്യ സമയത്തൊക്കെ
അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്നതൊക്കെ. അപ്പം ബ്രോയുടെ ചാനൽ നിങ്ങളൊന്ന് കയറി നോക്കൂ, KNK ടെക്സ്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നല്ല റീച്ചുള്ളൊരു ചാനലാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷം ബ്രോ. താങ്ക്സ്. പരിചയപ്പെടാൻ സന്തോഷം. പരിചയപ്പെടാനല്ല, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് സന്തോഷം.